പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഇന്ന് വെള്ളിയാഴ്ച. ഹല്ലേലൂയ. വെള്ളിയാഴ്ച നമുക്ക് ഈശോയുടെ പീഡാനുഭവം നമുക്കൊന്ന് ധ്യാനിക്കാം. നമ്മുടെ വേദന ഇപ്പോൾ നമ്മൾ ഏത് പ്രതിസന്ധിയിലാണോ, ഏത് വിഷമഘട്ടമാണോ, കടഭാരമായിരുന്നാലും ഏത് വിഷമഘട്ടങ്ങളായിരുന്നാലും നമുക്ക് ഈശോയുടെ വിലാപ്പുറത്തേക്ക് നമുക്ക് സമർപ്പിക്കാം. 5 മുറിവുകളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അത്ഭുതം ഈശോ നടത്തും. മക്കളെ, എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യവും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാ കാര്യം ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സുകൊണ്ട് തോന്നിയ കാര്യങ്ങൾ, മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. അങ്ങനെ മനസ്സുകൊണ്ട് എല്ലാം കാര്യം ആഗ്രഹിക്കാൻ പറ്റില്ല കേട്ടോ. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അത് ആലോചിക്കണൊക്കെ വേണ്ടി എനിക്ക് പേടിയാണ് അങ്ങനെ ആഗ്രഹിക്കാൻ തന്നെ കേട്ടോ. ദൈവം നടത്തി തരും. നിങ്ങൾക്കറിയാവോ, നിങ്ങൾക്കിത് ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ധ്യാനിക്കാൻ വരുന്ന മക്കൾക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ, നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, വീട് വേണോ, കാറ് വേണോ, അല്ലെങ്കിൽ തൊഴിൽ വേണോ? ഒരിടയ്ക്ക് ട്രാൻസ്ഫർ, അതായത് സ്വന്തം സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഓർഡറുകൾ മേടിച്ച് കൊടുക്കണ പരിപാടിയായിരുന്നു. ധ്യാനത്തിന് വരുന്നവരുടെ ഉണ്ടോ, അല്ലാതെ വീട്ടിൽ കുത്തിരിക്കുന്നവരുടെ അല്ല, അവിടെ വരുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ കാരണം നമ്മളും ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇല്ലേ? അപ്പം അത് ഞാൻ അങ്ങോട്ട് ചോദിക്കും. അവർക്ക് ചിലർ പറയും നടക്കൂല എന്ന് പറയും, ചിലർ എന്ന് പറയും. അത് ആന്ന് പറഞ്ഞോളണം, രണ്ടാമത് ചിന്തിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടം പോലെ ഒരാൾ ഒരു നില വീടിൻ്റെ, എവിടെ പറവൂരാണ്, ഒരു നില വീടിൻ്റെ സ്കെച്ചും കൊണ്ടുവന്നു. ഒരു നില വീട് കണ്ടംപററി സ്റ്റൈലാണ്. ഞാൻ പറഞ്ഞു, 2 നില മേടിച്ചു തരട്ടെ. ബ്രദറെ, എന്ത് നടക്കില്ല, മേടിച്ചു തരട്ടെ, വേണോന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാമോ, ആ ദേവദാസന്റെ ജോലിയിൽ നിന്ന്, ശമ്പളത്തിൽ നിന്ന് ബഥേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിന് മണ്ണ് മേടിച്ചിട്ടില്ല. ആ മണ്ണ് മേടിക്കാൻ വീട് പണിയുന്നതിന് മുമ്പ് 1 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഭാര്യയെ കൊണ്ട് എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ആ വീട് പണിയാൻ തുടങ്ങി. ഹല്ലേലൂയ. 2 നില വീട്, നല്ല മനോഹരമായ വീട്, അടിപൊളിയായി വീട്. അയാൾ വന്ന് ധ്യാനം കൂടി കഴിഞ്ഞ വർഷം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ബ്രദർ പ്രാർത്ഥിച്ച് മേടിച്ചു തന്ന വീട്. അത് പണിയുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ സ്നേഹമുള്ളവരെ, നമ്മളിൽ പലർക്കും പലപ്പോഴും ദൈവകാര്യങ്ങൾക്കും ദേവാലയങ്ങൾക്കൊക്കെ ദശാംശങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും മടി കാണിച്ചിട്ടുണ്ട്, അല്ലേ? പക്ഷേ അവിടുത്തെ ഒരു പ്രേക്ഷിത കൊച്ച് മോളെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, മോളെന്നൊക്കെ വിളിക്കണമെങ്കിൽ ആ കൊച്ചാണെങ്കിൽ എന്നെ അപ്പാന്നാണ് എന്നെ വിളിക്കുന്നില്ലെങ്കിൽ അങ്ങനെയാണ് കണ്ടേക്കണേ. അല്ലേ എലിയ ചിലപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ടോ എന്നറിയില്ല കേട്ടോ, അപ്പനെ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നേ? അവൾ പറഞ്ഞത്, അവളുടെ സാക്ഷി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരുടെ ദശാംശപ്പെട്ടിയിൽ അവർ പൈസ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കാലഘട്ടങ്ങളിൽ പൈസയ്ക്ക് ഒരു പഞ്ഞം ഉണ്ടാകാറില്ല. പക്ഷേ പൈസ ഇട്ടിട്ടില്ലെങ്കിൽ അവർക്ക് പൈസ ദാരിദ്ര്യമായിരിക്കും. ഇതെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, എപ്പോഴും അല്ല, വല്ലപ്പോഴൊക്കെ. ഞാൻ തരണം എന്നല്ല പറഞ്ഞത്. ദൈവം നിങ്ങൾക്ക് മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, അത് എവിടെയാണോ കൊടുക്കേണ്ടത് മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. ഇന്ന സ്ഥലത്ത് കൊടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവ ഇഷ്ടം മാത്രം നടക്കട്ടെ കേട്ടോ. നമുക്ക് കിട്ടുന്നതിൽ 100 രൂപ കിട്ടണമെങ്കിൽ 1000 രൂപ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 10, അതിൻ്റെ ദശാംശം നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, ദൈവത്തോട് ചോദിക്കുക. ദൈവം നിങ്ങളോട് പറയും ഇന്നത് ചെയ്യുക, അപ്പോൾ അവിടെ ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ വളരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സമൃദ്ധിയായുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാവും കേട്ടോ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വെള്ളിയാഴ്ച കർത്താവേ, നിന്റെ മക്കള് സഹനങ്ങൾ അനുഭവിക്കുന്നു. അത് വഹിക്കാനുള്ള ശക്തി കൊടുക്കണേ കർത്താവേ. എന്നാൽ തകർച്ചകൾ മാറ്റണമേ കർത്താവേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഗാഗുൽത്തായിലെ ചിന്തിയ പരിശുദ്ധ രക്തം
ഞങ്ങളെല്ലാവരുടെ മേൽ, ഈ കേൾക്കുന്ന മക്കളുടെ മേൽ, ഇവരുടെ കുടുംബങ്ങളുടെ മേൽ, തൊഴിലിൻ്റെ മേൽ, ഇവരുടെ ആഗ്രഹങ്ങളുടെ മേൽ തിരക്തം തളിക്കണമേ, അശുദ്ധി ചാരമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ, എൻ്റെ കുടുംബത്തിനും. 14-ാം തീയതിയിലത്തെ താമസമുള്ള ധ്യാനത്തിലേക്ക് ഒരു 5 ആളെങ്കിലും പറഞ്ഞു വിടുക, നിങ്ങൾ കൊണ്ടുവരിക. പറഞ്ഞാലൊന്നും ആരും വരൂല, ആന്ന് പറയും. പക്ഷെ വരണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അവരോട് പ്രാർത്ഥിക്കാൻ പറയണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചോളമേ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ മക്കളെ, ആരെങ്കിലും ധ്യാനത്തിന് വരാമെന്ന് പറഞ്ഞാൽ അവരോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയണം. 2 കൊന്ത വെച്ച് അവരോട് ചെല്ലാൻ പറയുക. നിങ്ങളും അവർക്ക് വേണ്ടി ചെല്ലാൻ പറയും. അപ്പം എന്താ ഗുണം? ആദ്യ ദിവസമൊന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല, 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി അവർ വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. അവർ അനേകം മക്കളെ കൊണ്ടുവരുമ്പോൾ ഇല്ലേ, പിയർലെസ് പോലെ അതിൻ്റെ ഓരോന്നിനും അനുഗ്രഹം നീ വഴിയാണ് ഇത് സംഭവിച്ചേക്കണത്. ചിലപ്പോൾ നീ അറിയാതെ, നീ ഇങ്ങനെ ഫസ്റ്റ് കുറേ ആൾക്കാരെയായിരിക്കും ധ്യാനത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ നീ അറിയാതെ നിന്റെ അക്കൗണ്ടിൽ, ഏതക്കൗണ്ട്? സ്വർഗത്തിലെ അക്കൗണ്ടിൽ അനേകം നിക്ഷേപം ഉണ്ടാവും. സമ്പത്തിൻ്റെ നിക്ഷേപമല്ല കേട്ടോ, അതും കിട്ടും കേട്ടോ. അതൊക്കെ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുകയല്ല, അക്കൗണ്ടിലും പണം വരികയല്ല അവിടെ വരുന്ന പലർക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. ബ്രദറിനും കുടുംബത്തിനും വേണ്ടി 14-ാം തീയതി ധ്യാന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. 17-ാം തീയതിയിലത്തെ വൺ ഡേ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.